തിരുവനന്തപുരം കോർപ്പറേഷന്റെ കീഴിൽ ഇതെന്തൊക്കെയാണ് നടക്കുന്നത്? ഭരണം നടക്കുന്നില്ലെങ്കിലും വേഷം കെട്ടി കുറേയേറെ ക്യാമറ ഷൂട്ടുകൾ നല്ല തകൃതിയായി നടക്കുന്നുണ്ട്. 45 വർഷമായിട്ട് നിങ്ങൾ കാണാത്ത പല കാഴ്ചകളും തിരുവനന്തപുരം നഗരത്തിൽ നിന്ന് കാണേണ്ടി വരികയാണ്. ഒരു മേയറുടെ ജോലി ഇപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ജനങ്ങളെ സേവിക്കൽ മാത്രമല്ല, കുറേ ക്യാമറകൾക്ക് മുന്നിൽ നമ്മൾക്ക് ചില അവസരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ആ അവസരം ഉപയോഗപ്പെടുത്തി നമ്മളുടേതായിട്ട് ചില പ്രവൃത്തികൾ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിറപുത്തിരി നടക്കാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി. ഏതെങ്കിലും ഒരു മേയർ വേഷം കെട്ടി അവിടെ നിന്ന് ഈ കതിരും ചുമന്ന് ക്യാമറകൾക്ക് മുന്നിലൂടെ അഭിനയിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു മേയറായി ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ നാട്ടിലെ ജനങ്ങളെ സംബന്ധിക്കുന്നിടത്തോളം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വം. പക്ഷെ ഇതൊക്കെ എന്താണ്? ഒരു ഡെപ്യൂട്ടി അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറെ സംബന്ധിക്കുന്നിടത്തോളം ദൈനംദിനം മേക്കപ്പ് ഫോട്ടോഷൂട്ട്. എന്നാൽ മേയറെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങൾ, കുടിവെള്ളം ഉൾപ്പെടെ നിരവധി പ്രശ്നങ്ങൾ തലസ്ഥാനം നേരിടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം എന്തിൽ വ്യാപൃതനാണെന്ന് നോക്കിയേ. ഭക്തിയും വിശ്വാസവും ഒന്നും വേണ്ട എന്നൊന്നും ആരും പറയുന്നില്ല. കഴിഞ്ഞ 2-3 മാസം എടുത്തു കഴിഞ്ഞ് എന്തോരം പ്രശ്നങ്ങൾ. ആറ്റുകാലിൽ വലിയ ഭക്തി കാണിച്ചു, പൊങ്കാല എന്ത് അവസ്ഥയായെന്ന് എല്ലാവരും കണ്ടല്ലോ. മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, നഗരം നേരിട്ട പ്രശ്നങ്ങൾ, അതിനുശേഷം വന്ന പകർച്ചവ്യാധികൾ, പിന്നീട് കുടിവെള്ള പ്രശ്നം, വൈദ്യുതി പ്രശ്നം, മാലിന്യ പ്രശ്നം, തോടുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇപ്പോഴും മാലിന്യ ശുചീകരണം നടത്തിയിട്ടില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇതുപോലെ ഇത് ആരെ ബോധ്യപ്പെടുത്താനാണ്? നമ്മുടെ നാട്ടിലെ വിശ്വാസ സമൂഹത്തിൻ്റെ മുന്നിൽ അഭിനയിച്ചാൽ പ്രശ്നങ്ങൾ തീരുമോ? കുടിവെള്ളം കിട്ടാത്തവർക്ക് ഇതോടെ കുടിവെള്ളം കിട്ടും. മാലിന്യം നീക്കം ചെയ്യാത്തതിൻ്റെ പേരിൽ ഒരു മഴ പെയ്തപ്പോൾ നഗരം വെള്ളത്തിൽ മുങ്ങിയത് നിങ്ങൾ കണ്ടതാണ്. ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ പത്മനാഭന്റെ മുന്നിൽ ഇതെല്ലാം ചെയ്ത വ്യക്തിയുടെ മുന്നിലാണ് കഴിഞ്ഞ ഒറ്റ മഴയത്ത് നഗരം ചെളി വെള്ളത്തിൽ മുങ്ങിയത്. നിങ്ങൾ കണ്ടതല്ലേ? ഈ അടുത്ത ദിവസങ്ങളിൽ ഈ തലസ്ഥാനത്തിന് നേട്ടമെന്ന് പറയാൻ എന്ത് കാര്യമാണ് ചെയ്തത്? ഇതുപോലുള്ള കുറേ ക്യാമറ ഫോട്ടോഷൂട്ടുകൾ. അതിനപ്പുറത്തേക്ക് നഗരം നേരിടുന്ന പ്രശ്നം എന്താണെന്ന് പല വാർത്തയായിട്ട് പുറത്തേക്ക് വന്നതാണ്. നിങ്ങൾ ആമയിഴഞ്ചാൻ തോട് പോയി നോക്കിയേ. ഈ വേഷം കെട്ടി നടക്കുന്ന സന്ദർഭത്തിൽ അത് വൃത്തിയാക്കാൻ വേണ്ടി അവിടെ പോയി നിന്ന് ഇടപെടൽ നടത്തിയിരുന്നെങ്കിൽ നാളുകളിൽ ഒരു മഴ പെയ്താൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം മഴ പെയ്താൽ, മേയർ ഈ വേഷം കെട്ടിയതുകൊണ്ട് ആ വെള്ളം പൊങ്ങി നാട്ടുകാരുടെ വീട്ടിൽ കയറിയാൽ പരിഹാരമാകുമോ? ഇതുപോലെ പല ക്ഷേത്രങ്ങളിലെല്ലാം കറങ്ങി നടന്നിട്ട് അവിടെ പോയി അനുഗ്രഹം എല്ലാം വാങ്ങിച്ചതിന് ശേഷം കഴിഞ്ഞ 4-5 മാസത്തിനിടയിൽ കുടിവെള്ള പ്രശ്നത്തിന്റെ പേരിൽ കൗൺസിലർമാരും മേയർ ഉൾപ്പെടെയുള്ളവർ നേരെ പോയി വാട്ടർ അതോറിറ്റിയിൽ സമരം ചെയ്യുകയാണ്. വേറെ വഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ദുരിതാവസ്ഥയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ പോലും നഗരസഭയുടെ ഫണ്ട് എടുത്ത്, കാര്യം ഈ ഉടുത്തൊരുങ്ങി നിൽക്കുന്ന വേഷമൊക്കെ ഇപ്പോൾ നഗരസഭാ ഫണ്ടിൽ നിന്നെടുത്ത് യഥേഷ്ടം ചെലവാക്കാമല്ലോ. അങ്ങനെ ചെലവാക്കിക്കൊണ്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്യാൻ ഈ നാട്ടിൽ വേറെ ആളില്ലാഞ്ഞിട്ടാണോ? ഇത്രയും കാലവും നടന്നുകൊണ്ടിരുന്ന ചടങ്ങിൽ പൊടുന്നനെ മേയർ തന്നെ വേഷം കെട്ടി ഇറങ്ങേണ്ട എന്തെങ്കിലും കാര്യം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അപ്പോൾ ഈ ഭക്തി കുചേലന്മാർക്ക് ഭക്തിയും മാത്രവും, ഒപ്പം തന്നെ BJPയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഫണ്ട് വെട്ടിപ്പുമല്ലാതെ മറ്റൊരു പ്രവൃത്തിയും ഈ അടുത്ത ദിവസങ്ങളിൽ ചെയ്തിട്ടില്ല. ഏറ്റവും ഒടുവിൽ ജനം നേരിടുന്ന പല പ്രശ്നങ്ങളും തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ നിലനിൽക്കുമ്പോൾ അതിനൊന്നും പരിഹാരം കാണാൻ സമയമില്ലാതെ ഇമാതിരി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നത് ആരെ ബോധ്യപ്പെടുത്താനാണ്?
എത്ര സമയമാണ് ഇന്ന് ഇതിനു വേണ്ടി ചെലവഴിച്ചത്? എത്രയോ മനുഷ്യർ പല ആവശ്യങ്ങൾക്ക് നഗരസഭയിൽ ഈ സമയത്ത് വന്ന് നിന്നിട്ട് പോയിട്ടുണ്ടാകാം. അപ്പോൾ അവരുടെ സമയത്തിനൊന്നും ഒരു വിലയില്ല. നമ്മുടെ സംതൃപ്തി BJP അധികാരത്തിൽ വന്നുകൊണ്ട് ഇങ്ങനെ ചില പ്രവൃത്തികൾ ചെയ്യാൻ അവസരം കിട്ടിയതുകൊണ്ട് ഈ രാജവാഴ്ചക്കാരന്മാരുടെ ആൾക്കാരന്മാരാണല്ലോ. അതുകൊണ്ട് നമ്മൾ ദാസന്മാരെ പോലെ അടിയാളന്മാരെ പോലെ ഈ കൃഷി സ്വന്തമായിട്ട് ഇറക്കാനോ ഇത് കൊയ്യാനോ എന്നും പോകത്തില്ല. അതെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഈ പത്മനാഭ അടിമകളെ പോലെ, ആ കൊട്ടാരത്തിന്റെ അടിമകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പോലെ അവരുടെ മുന്നിലേക്ക് ഈ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ട് ചെല്ലുന്നത് പത്മനാഭനെ പ്രീതിപ്പെടുത്താനാണോ? പത്മനാഭൻ പ്രീതിപ്പെട്ടിരുന്നെങ്കിൽ അധികാരത്തിൽ വന്ന ആ സമയം തൊട്ട് ഇവർക്ക് ഈ ദുരിതാവസ്ഥകൾ നേരിടേണ്ടി വരുമായിരുന്നു. ദുരിതാവസ്ഥ ഇവർക്കല്ല, ജനത്തിനാണ്. ജനം നേരിടുന്ന ദുരിതങ്ങൾക്ക് പരിഹാരമില്ലെങ്കിലും ഇതുപോലുള്ള ഫോട്ടോഷൂട്ടുകൾ കൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പ്രശ്നം മാറുമോ? അങ്ങനെ ഒരു പ്രശ്നവും മാറ്റാൻ പറ്റാത്ത ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ വിശ്വാസികളാണ്, ഹിന്ദുക്കളാണെന്നൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഭരിക്കുന്നവരെ ഈ ജാതിയും മതവും മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ചില പ്രവർത്തനങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നാടിന് ഗുണമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാതെ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ ഗുണഫലം എന്താണ് എന്ന് ചോദിച്ചാൽ ഒരു ചുക്കുമില്ലെന്നാണ്. ഇപ്പോൾ പകർച്ചവ്യാധി വന്നിട്ട് പോയി. ഈ പ്രാർത്ഥന കൊണ്ട് പകർച്ചവ്യാധി പിടിച്ചു കെട്ടാൻ പറ്റിയില്ലല്ലോ. തലസ്ഥാന നഗരത്തിൽ മാത്രം എത്ര മരണങ്ങൾ നടന്നു. തലസ്ഥാന നഗരത്തിൽ ഒരു മഴ പെയ്തപ്പോൾ എന്തായിരുന്നു അവസ്ഥ? അപ്പോൾ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഈ പ്രഹസനമൊക്കെ എന്തിനാണ് സജി എന്ന് നാട്ടുകാർ ചോദിച്ചു പോകും.